ഇവന് തന്റെ റേസ് പ്രൊമോട്ട് ചെയ്യണം. അതിനുവേണ്ടി ഇവൻ ചൂസ് ചെയ്ത രീതി എന്ന് പറഞ്ഞ ആ കാര്യം ബോംബ് വെച്ച് എല്ലാരെയും അറിയിക്കുക എന്നതായിരുന്നു. സോ ഒരുപാട് ആളുകളുള്ള ഏരിയയിൽ തന്നെ അത് കൊണ്ടുപോയി വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതങ്ങ് പൊട്ടി. അവരുടെ ടോപ്പിക് എന്താണെന്ന കാര്യം എല്ലാവരും ആ പേപ്പർ വായിച്ചറിഞ്ഞു. ഈ പയ്യനെ ചിലർക്കെങ്കിലും മനസ്സിലായി കാണും. നമ്മുടെ ഹാരി പോട്ടർ സിനിമയിലെ നായകനാണ്. ഇവിടെ അവന് സപ്പോർട്ടായിട്ട് സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു പുള്ളിയും കൂടി ഉണ്ട്. സ്വാഭാവികമായിട്ടും പബ്ലിക് പ്ലേസിൽ ബോംബ് വച്ചതിനും അവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. അപ്പോഴാണ് നമ്മുടെ ടിമ്മിന്റെ കാമുകി പോലീസുകാർ ഇല്ലാത്ത സമയത്ത് അവനെ കാണാമെന്ന് കുറച്ച് പൈസ കൊടുത്തത്. അത് കൂടാതെ ഒരു ഉമ്മയും ആരൊക്കെ വന്നാലും ഡോണ്ട് ഗിവ് അപ്പ് എന്ന മോട്ടിവേഷനൊക്കെ അവൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ജയിലിലേക്ക് പോകുമ്പോൾ ചെക്കിംഗ് ഉണ്ടാകും എന്നറിയാവുന്നത് കൊണ്ട് കാമുകി കൊടുത്ത പൈസ ഒരു കുപ്പിയിലാക്കി അവൻ തന്റെ ചന്തിയുടെ അകത്ത് ഒളിപ്പിച്ചു വയ്ക്കാമെന്ന് തീരുമാനമെടുക്കുന്നു. കുറെ കഷ്ടപ്പാട് സഹിച്ച് അവൻ ആ കുപ്പി ബട്ടക്സിന്റെ അകത്തേക്ക് കയറ്റിവെച്ചു. അങ്ങനെ അവരെ രണ്ടുപേരെയും 9 വർഷത്തെ തടവിന് വേണ്ടി പ്രിറ്റോറിയ എന്ന് പറയുന്ന ജയിലിലേക്ക് കൊണ്ടുപോയി. ഈ ജയിലിന് ഒരു പ്രത്യേകത ഉണ്ട്. ഹൈ സെക്യൂരിറ്റിയും പിന്നെ ഒരുപാട് ലോക്കുകളും ഒക്കെയുള്ള ഒരു ജയിലാണത്. ടിമ്മിന്റെയും സ്റ്റീഫന്റെയും ബോഡി ഫുള്ള് തറവായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് അവരെ അതിന്റെ അകത്തേക്ക് കയറ്റിവിട്ടത്. ചെന്ന് കയറിയ സമയം തൊട്ടേ അവിടുത്തെ ഗേറ്റുകളും വാതിലുകളും ഒക്കെ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ടിം കണ്ടു പഠിക്കുന്നുണ്ടായിരുന്നു. അവന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ മാസങ്ങൾക്കുള്ളിൽ ഇവിടുന്ന് ചാടുക എന്നതായിരുന്നു. ഒരു ഡോറ് മാത്രം ബസർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ബാക്കിയെല്ലാം താക്കോൽ ഉപയോഗിച്ച് വേണം തുറക്കാൻ. അങ്ങനെ ഈ ഡീറ്റെയിൽസ് മുഴുവൻ മനസ്സിലാക്കിയതിനു ശേഷം അവരെ രണ്ടുപേരെയും സെല്ലിലേക്ക് കൊണ്ടുപോയി. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് റൂൾസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ടിമ്മിനെയും സ്റ്റീഫനെയും വെവ്വേറെ സെല്ലിലേക്കാണ് ഇട്ടത്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി. ടിമ്മിന്റെ പ്ലാനിംഗ് ഒക്കെ നേരത്തെ മനസ്സിലാക്കിയ ഒരു പുള്ളി അവനുമായിട്ട് കമ്പനി കൂടാൻ വേണ്ടി വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഒരേ ടേബിളിൽ തന്നെ ഒത്തുകൂടി. അപ്പോഴത്തേക്കും നിങ്ങൾ എങ്ങനെയാണ് ജയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആ മുട്ട ചോദിച്ചു. അയാൾ ചോദിച്ച സമയത്ത് അവർക്ക് വലിയ പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പ്ലാൻ ചെയ്യാൻ വേണ്ടി തന്നെ ആ മുട്ട ജയിൽ മൊത്തത്തിൽ അവരെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ചാടുമ്പോൾ എന്നെ കൂടി വിളിക്കണേ എന്നും പറഞ്ഞ് മുടി നീട്ടി വളർത്തിയ ലിയനാർഡോ എന്നു പേരുള്ള ഒരു പുള്ളിയും കൂടി അവരുടെ കൂടി. അങ്ങനെ ചെറുക്കൻ കക്കൂസ് പോയിരുന്ന് മുക്കി ആ പൈസ പുറത്തേക്കെടുത്തു. ഈ പൈസ എന്തിനാന്ന് വെച്ചാൽ ജയിലിൽ ചാടുന്ന സമയത്ത് അവർക്ക് വേറെ ഡ്രസ്സ് മേടിക്കാനായിരുന്നു. ഇനിയാണ് അവരുടെ പ്ലാനിങ് എന്താണെന്ന് കാണിക്കുന്നത്. ടിം പ്ലാൻ ചെയ്ത് എന്താന്ന് വെച്ചാൽ ആ ഗേറ്റിന്റെ താക്കോൽ വരച്ചുണ്ടാക്കി അതുപയോഗിച്ച് രക്ഷപ്പെടുക എന്നതായിരുന്നു. അതിനുവേണ്ടി ലോക്കറ്റ് ഷേപ്പ് ആദ്യം വരച്ചെടുത്തു. പിന്നെ അതിന്റെ ലെങ്ത് എത്രയാണെന്ന് ഒരു പേപ്പർ ഉപയോഗിച്ച് കൃത്യമായി അളന്നു. പോലീസുകാരെയൊക്കെ പേടിച്ച് വീർത്താണ് അവൻ ഈ പരിപാടിക്ക് അതിന്റെ അകത്തിരുന്ന് ചെയ്തത്. ലാസ്റ്റ് അതിന്റെ അളവ് എത്രയാണെന്ന് അവന് കിട്ടി. മറന്നു പോവാതിരിക്കാൻ വേണ്ടി ഒരു പെൻസിൽ കിട്ടിയ അളവിൽ ഒടിച്ചു വെച്ചു. നമ്മളുടെ ഐഡിയ താക്കോൽ മരത്തടി വെച്ചുണ്ടാക്കി രക്ഷപ്പെടാനാണെന്ന കാര്യം ടിം പോയി ആ മുടി നീട്ടി വളർത്തിയ പുള്ളിയോട് പറഞ്ഞു. പക്ഷേ എങ്ങാനും അത് ഒടിഞ്ഞു പോയാൽ എന്ത് ചെയ്യുമെന്ന് ലിയനാർഡോ അവരോട് ചോദിച്ചിരുന്നു. അങ്ങനെയൊന്നും ഒടിയില്ലെന്നായിരുന്നു അവന്റെ മറുപടി. പിന്നെ അങ്ങോട്ട് പോലീസുകാരുടെ കൈവശമുള്ള താക്കോൽ എങ്ങനെയുള്ളതാണ്, ഏത് ഷേപ്പാണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ അവന് കുറെ അവസരങ്ങൾ കിട്ടി. ഒന്നും രണ്ടുമല്ല, കുറേയധികം പ്രാവശ്യം അവന് ഓരോരോ അവസരങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരുന്നു. ആ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വച്ചിട്ട് പടം വരയ്ക്കാൻ ഓവർ ടാലന്റുള്ള ടിം താക്കോലിന്റെ രൂപം സെല്ലിനകത്തിരുന്നുകൊണ്ട് വരയ്ക്കാൻ തുടങ്ങി. ലാസ്റ്റ് ആ താക്കോലിന്റെ പിന്നെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് ഇത്രയും ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ച് ടിം വരച്ചു. ഇതൊക്കെ ചെയ്തെടുക്കാൻ നല്ല സമയമെടുത്തു. ഏകദേശം 74 ദിവസം കഴിഞ്ഞു അവർ ഇതൊക്കെ ചെയ്തു വന്നപ്പോൾ. അങ്ങനെ വരച്ച് താക്കോൽ ഉണ്ടാക്കാൻ വേണ്ടി ടിം ആലയെന്ന് കുറച്ച് തടിക്കഷ്ണങ്ങളും ബ്ലേഡും ഒക്കെ മോഷ്ടിച്ച് കുപ്പിയിലാക്കി. എന്നിട്ട് രാത്രി സെല്ലിരുന്നു കൊണ്ട് താക്കോൽ വരച്ച അളവിൽ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യം തന്നെ അവൻ ഉണ്ടാക്കിയത് താക്കോലിന്റെ പിടിയായിരുന്നു. അത് പശയ്ക്ക് തേച്ച് ബൾബിന്റെ അകത്ത് ഉണക്കാൻ വെച്ചു. അത് ഉണങ്ങി വരുന്ന സമയം കൊണ്ട് താക്കോലിന്റെ മേജർ പാർട്ടായ പിന്ന് പണിയാൻ തുടങ്ങി. ഇവിടെയാണ് കൂടുതൽ കെയറും ശ്രദ്ധയും ഒക്കെ ആവശ്യമുള്ളത്. കാര്യം ഇതാണ് ഏറ്റവും ഡിഫിക്കൽട്ടുള്ള ഏരിയ. പിന്നെ കൃത്യമായി വന്നില്ലെങ്കിൽ എല്ലാം പൊളിഞ്ഞു. അതുകൊണ്ട് ആശാൻ കണ്ണാടിയൊക്കെ ഊരി വെച്ചിട്ടാണ് പണിഞ്ഞത്. ലാസ്റ്റ് താക്കോലി ഫുൾ ഉണ്ടാക്കി അത് ആ ലോക്കിന്റെ അകത്തേക്ക് കയറ്റി. കുറച്ച് പവർ കൊടുക്കേണ്ടി വന്നെങ്കിൽ പോലും വിചാരിച്ചതുപോലെ ഡോർ അൺലോക്കായി. താക്കോലി തിരിച്ച് ഊരിയെടുത്ത് ആ ഡോർ തുറക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ മുഖത്തെ ഹാപ്പിനെസ് അതൊന്ന് കാണേണ്ടതായിരുന്നു. പക്ഷേ അക്കിടി പറ്റിയത് എന്താന്ന് വെച്ചാൽ ആ ഗേറ്റിന്റെ വെളിയിൽ വേറൊരു ഡോറും കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ ലോക്ക് വെളിയിലാണുള്ളത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ.